നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഭാരതാംബയോട് സംസ്ഥാന സർക്കാരിന് അസഹിഷ്ണുത. ഭാരതമാതാവിന്റെ ചിത്രം വച്ചെന്ന പേരിൽ രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് കൃഷിമന്ത്രി ഇറങ്ങിപ്പോയി. ചിത്രം മാറ്റണമെന്ന ആവശ്യം ഗവർണർ തള്ളി. മന്ത്രിയും സർക്കാരും ഭാരതമാതാവിനെ നിന്ദിക്കുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ. രാമജന്മഭൂമിയിൽ ഇനി സീതാസമേതനായ ശ്രീരാമസ്വാമിയും. രാം ദർബാറിൽ പ്രാണപ്രതിഷ്ഠ. നേതൃത്വം വഹിച്ച യോഗി ആദിത്യനാഥ്. വൻ ഭക്തജന തിരക്ക്. രാഹുലിന് മറുപടിയായി ശശി തരൂർ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിൽ ഇടനിലക്കാരില്ല. പാകിസ്ഥാൻ ഭീകരതയുടെ ഭാഷ തുടർന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും തരൂർ. സൈന്യത്തിനെതിരായ പരാമർശത്തിൽ രാഹുൽ വിചാരണ നേരിടണമെന്ന് അലഹബാദ് ഹൈക്കോടതി. രാഹുലിന് നിരാശയെന്ന് വി മുരളീധരൻ. എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസ് പ്രതി ഷാറൂഖ് സൈഫി മതഭീകരവാദി. ഷാറൂഖ് ശ്രമിച്ചത് രക്തരൂക്ഷിത ജിഹാദിനെന്ന് NIA. തീവ്ര ഇസ്ലാം മതപ്രചാരകരെ പിന്തുടർന്നു. ലക്ഷ്യമിട്ടത് കാഫിറുകളെ കൊന്നൊടുക്കാനെന്നും കോടതിയിൽ NIA. ബംഗളൂരു ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത കർണാടക ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു. ഇന്ന് തന്നെ പ്രതികരണം അറിയിക്കണം. കേസ് 2:30 പരിഗണിക്കും. രാജ്യവിരുദ്ധ നിലപാടുമായി ജമാഅത്തെ ഇസ്ലാമി. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം. ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയായ സുഡിയോ ഔട്ട്ലെറ്റിലേക്ക് SIO മാർച്ച്. പെരുന്നാളിന് വസ്ത്രമെടുക്കരുതെന്ന് ആഹ്വാനം. ചരണയുഗളം മാർഗദർശകമായി വരേണം. ഇന്ന് ഗുരുജി സ്മൃതി ദിനം. ഡോക്ടർ ജി ബീജാവാപം ചെയ്ത രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ വടവൃക്ഷമാക്കി വളർത്തിയ യുഗപ്രഭാവൻ. രാഷ്ട്ര നവനിർമ്മാണത്തിന് സംഘത്തെ സജ്ജമാക്കാൻ 2ാം സർസംഘചാലകായിരുന്ന ഗുരുജി നടത്തിയത് 33 വർഷത്തെ കഠിന തപസ്. വിചാരദീപ്തി എന്റെ ജീവിതയാത്രയിൽ ധ്രുവത. നിലമ്പൂരിൽ പ്രചാരണം കടുപ്പിച്ച് മുന്നണികൾ. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. ഭാരതാംബയോട് സംസ്ഥാന സർക്കാരിന് അസഹിഷ്ണുത. ഭാരതാംബയുടെ ചിത്രം വച്ചതിന് രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. പരിപാടി സ്ഥലത്തെ ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടിട്ടും പറ്റില്ലെന്ന് ഗവർണർ നിലപാടെടുത്തതോടെ കൃഷിവകുപ്പ് പരിപാടിയിൽ നിന്നും പിന്മാറി. രാജ്ഭവനിലല്ലാതെ ഭാരതാംബയുടെ ചിത്രം എവിടെ സ്ഥാപിക്കുമെന്ന് ഗവർണർ തിരിച്ചടിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഭാരതാംബയുടെ ചിത്രത്തോടാണ് സംസ്ഥാന സർക്കാരിന്റെ അസഹിഷ്ണുത. അത് പ്രകടമായത് രാജ്ഭവനിലുമായിരുന്നു. എന്താണ് മറ്റ് വിവരങ്ങൾ?
രോഹിണി, ഭാരതാംബയോടും ഭാരതത്തോടും ദേശീയ ബിംബങ്ങളോടുമുള്ള ഇടതുമുന്നണിയുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും പുതിയൊരു ഉദാഹരണം കൂടിയാണ് ഇന്ന് നടന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ സംഘടിപ്പിക്കാനിരുന്ന കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിക്കാനിരുന്ന പരിപാടിയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടാണ് ഒരിക്കൽ കൂടി തങ്ങൾ ദേശീയതയ്ക്ക് എതിരാണെന്നുള്ളൊരു കാര്യം വീണ്ടും ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത് സർക്കാരും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയും. ഇന്ന് ഒരു പരിപാടി, അതായത് ഈ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാനിരുന്നതാണ്. അത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. വൃക്ഷത്തൈ നട്ടുകൊണ്ടുള്ള പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിക്കാനിരുന്നു. അതിനുശേഷം ഒരു ചെറിയ യോഗവും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവിടെ സ്ഥാപിച്ച ഭാരതാംബയുടെ ചിത്രം അവിടെ സ്ഥാപിച്ചിരുന്നു. ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ചടങ്ങ് ആരംഭിക്കാനായിരുന്നു പദ്ധതിയുടെ പദ്ധതി. എന്നാൽ അവിടെ തങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നും ഭാരതാംബയുടെ ചിത്രം ഇരിക്കുന്നിടത്തോളം കാലം ആ പരിപാടിയിൽ തങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നും പുഷ്പാർച്ചന നടക്കാൻ സാധിക്കില്ലെന്നും കൃഷി വകുപ്പ് രാജ്ഭവനെ അറിയിച്ചു. രാജ്ഭവൻ പറഞ്ഞു ഇത് മാറ്റാൻ സാധിക്കുന്നതല്ല. അതായത് നേരത്തെ തന്നെ നിലവിൽ രാജ്ഭവൻ്റെ മുന്നിലുള്ള ഒരു ചിത്രമാണ് ഭാരതമാതാവിൻ്റെ ചിത്രം. അഖണ്ഡ ഭാരത സങ്കല്പത്തിലുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം അവിടെ ഉള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് മാറ്റാൻ കഴിയില്ല എന്ന് രാജ്ഭവനും പറഞ്ഞു. എന്നാൽ രാജ്ഭവൻ്റെ വാക്ക് കേൾക്കാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് ഈ കൃഷി വകുപ്പ് എടുക്കുകയാണ് ചെയ്തത്. അതായത് ഈ ചിത്രം മാറ്റാതെ തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് കൃഷി വകുപ്പ് എടുത്തു. അതോടൊപ്പം ആ സമയത്ത് കൃഷി വകുപ്പ് ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ രാജ്ഭവനും തങ്ങളുടെ ന്യായം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ഈ ചിത്രം, ഭാരതമാതാവിൻ്റെ ചിത്രം രാജ്ഭവനിലല്ലാതെ മറ്റെവിടെയാണ് സ്ഥാപിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റെവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ഗവർണറും ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുടർന്ന് അവിടെ നിന്നും ഈ പരിപാടി മാറ്റിവെച്ചുകൊണ്ട് കൃഷി വകുപ്പിൻ്റെ പരിസ്ഥിതി ദിനാചരണ പരിപാടി മാറ്റിവെച്ചുകൊണ്ട് ദർബാർ ഹാളിലേക്ക് മാറ്റുകയും മന്ത്രി പി പ്രസാദ് അവിടെ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. വിമർശനം എന്ന് പറയുന്നത്, ഒരു വിഭാഗത്തിൻ്റെ ഭാരതമാതാവിനെയാണ് അവിടെ സ്ഥാപിച്ചത്, മറ്റ് ഭാരതമാതാവിനെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് ഒരു വിഭാഗത്തിൻ്റെ ആയിരുന്നു, മതത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ഒരു മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഭാരതമാതാവാണ് അവിടെ സ്ഥാപിച്ചതെന്നടക്കമുള്ള ഒരു പരിഹാസ്യമായ സമീപനങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങളാണത് മന്ത്രി പി പ്രസാദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തത്. നമുക്കറിയാം, നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങളിലെല്ലാം ദേശീയതയോടും ദേശീയ ബിംബങ്ങളോടുമെല്ലാം എന്ത് സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. ഈ രാജ്യത്തെ തന്നെ പലതായി വെട്ടിമുറിക്കണമെന്നടക്കമുള്ള സമീപനം സ്വീകരിച്ച ഒരു പാർട്ടിയുടെ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് കൂടി ഭരിക്കുന്നത് എന്നതും ഇപ്പോൾ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരമൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധം ഇപ്പോൾ അലയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെയും ഇത്തരം സമീപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. നമുക്കറിയാം, നമുക്ക് മുന്നിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ കായംകുളത്ത് നടന്നൊരു സംഭവം. കായംകുളത്തൊരു പരിപാടിയിൽ, സർക്കാർ പരിപാടിയിൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അന്നൊന്നുമില്ലാത്ത ഈ മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മതവിദ്വേഷം അല്ലെങ്കിൽ മറ്റൊരു ഇതര മതത്തിന് വേദന ഉണ്ടാക്കുന്ന സംഭവം ഇവിടെ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചപ്പോൾ എങ്ങനെയാണെന്ന് നടക്കുമുള്ള ചോദ്യങ്ങളും ഉയരുകയും ചെയ്തിരുന്നു. പ്രശാന്ത്, അത് മാത്രമല്ല, സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിനെതിരെ അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്രമാത്രം നിലവാരം കുറഞ്ഞ ഒരു പ്രസ്താവനയാണ് കൃഷിമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. ഭാരത മാതാവിനെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാക്കി ചിത്രീകരിക്കുന്നു, അവിടെ നിന്നും ആ പരിപാടി പോലും നടത്താതെ പിന്മാറുന്നു, എന്നിട്ട് അങ്ങേറ്റം ഹീനമായ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുന്നു. ഇതാണ് പൊതുസമൂഹം ഇത് സസൂക്ഷ്മം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. വലിയ വിമർശനങ്ങളും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. പ്രശാന്ത്, രോഹിണി, തീർച്ചയായും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി ചിത്രീകരിക്കുന്ന ഒരു സമീപനം അത് തെറ്റാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതായത് ഈ ദേശീയ ബിംബങ്ങളോടെല്ലാം സ്വീകരിക്കുന്ന സമീപനങ്ങളുടെ ഏറ്റവും ഒടുവിലായിട്ടുള്ള ഒരു ഉദാഹരണം കൂടി തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. മുഖ്യമന്ത്രിയും ഇത് അംഗീകരിച്ചു എന്ന് വേണം നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ പി പ്രസാദിൻ്റെ സമീപത്തോട് അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ സമീപത്തോട് മുഖ്യമന്ത്രിയും സ്വാഗതം ചെയ്തു എന്നും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതായത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാജ്യത്തെയും ദേശീയതയെയും അപമാനിക്കുന്ന സംഭവം അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിൽ ഉള്ള സമീപനങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതു സർക്കാരിൻ്റെ നയം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഭാരതമാതാവ് എന്നൊരു വികാരം അതവിടെ ഒരു മതത്തിൻ്റെ വികാരമല്ല എന്നത് നമുക്കറിയാവുന്നതാണ്. അതായത് ഒരു മതമോ അല്ലെങ്കിൽ ഒരു വർഗ്ഗമോ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഇതൊരു ദേശീയതയിൽ അടിയുറച്ചുകൊണ്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഭാരതമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്.
അവിടെ ഒരു മതം അതിലേക്കൊരു മതം ഉപയോഗിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഒരു മതത്തിനും വ്രണപ്പെടേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഈ സ്വാതന്ത്ര്യ സമരകാലത്തായാലും അതിന് ശേഷമുണ്ടായാലും ശരി, ഏതൊരു ആഘോഷത്തിലായാലും ശരി, രാജ്യം ഒരു ആഘോഷം നടത്തുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെതായിട്ടുള്ള വിജയാഘോഷങ്ങളിലെല്ലാം നമ്മൾ ഉറക്കെ വിളിക്കുന്ന മുദ്രാവാക്യം ഭാരത് മാതാ കീ ജയ് എന്നാണ്. അങ്ങനെ വിളിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഭാരതമാതാവിനെ അങ്ങനെ വിളിക്കുന്ന ഭാരതീയരെല്ലാവരും ഒരുപോലെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഭാരതമാതാവിൻ്റെ ഒരു ചിത്രത്തോട് ഇത്രയും അസഹിഷ്ണുതയോ ഇടതുപക്ഷത്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് പാടില്ല എന്ന അല്ലെങ്കിൽ ഇത്തരമൊരു സമീപനങ്ങളോട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും ഉയരുന്നു. ഇന്ന് രാവിലെയാണ് ഈ സംഭവത്തിന് ഇതിന് ആധാരമായ സംഭവം ഉണ്ടായത്. ഇത് ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് സർക്കാർ റദ്ദാക്കിയത്. അതിന് കാരണമായി പറയുന്നത് അവിടെ ഭാരതമാതാവിൻ്റെ ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്കാവില്ല. അത് മതവികാരത്തെ വ്രണപ്പെടുന്ന തരത്തിലാണ്. ഒരു വിഭാഗത്തിൻ്റെ ഭാരതമാതാവാണ് എന്നതടക്കമുള്ള ചില ന്യായങ്ങൾ കൂടി നിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞുമാറൽ നയങ്ങൾ നിരത്തിക്കൊണ്ടുള്ള ഒരു കൃഷി വകുപ്പിൻ്റെ വ്യാഖ്യാനവും കൂടി വന്നിരിക്കുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്ന സാഹചര്യമുണ്ട്. ഭാരതമാതാവിനെയും ദേശീയതയും ദേശീയ ബിംബങ്ങളെയെല്ലാം അപമാനിക്കുന്ന തരത്തിലുള്ള ഈ സമീപനത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ജനവികാരം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. സർക്കാരിൻ്റെ നടപടി അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ നടപടി അപലപനീയമെന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരാമർശങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും തുടർന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് ഈ ഒരു വിഭാഗത്തെ മാത്രം, അതായത് ഈ ഒരു വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്നുള്ള സമീപനം മാത്രമാണ് ഉണ്ടായത് എന്നടക്കമുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. വിവാദങ്ങളും ഇതോടൊപ്പം ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, നേരത്തെ പല ഹമാസ് തീവ്രവാദികളുടെ അടക്കം ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം അവിടെ പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യം ഇരിക്കെ ഇത് ദേശീയത ബോധം വളർത്തുന്ന ഓരോ പൗരനും ദേശീയ ബോധം ഉയർത്തിക്കൊണ്ടൊരു ഉത്തമ പൗരനായി വളർത്തിയെടുക്കാൻ പ്രാപ്തമായ രീതിയിൽ അവനവൻ്റെ ദേശീയതയെ വളർത്തുന്ന ഭാരതമാതാവ് എന്ന ചിത്രത്തോടാണ് ഈ അതുതന്നെയാണ് പ്രശാന്ത്, ഭാരതാംബയോടാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ അസഹിഷ്ണുത എന്നുള്ളതാണ്. ഭാരതാംബയുടെ ചിത്രം വെച്ചതിനാണ് രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വിട്ടുനിന്നത്. അങ്ങേറ്റം അപലപനീയമായ ഒരു കാര്യം തന്നെയാണ്. പരിപാടി സ്ഥലത്തെ ഭാരതാംബയുടെ ചിത്രം മാറ്റണം എന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടു. പക്ഷേ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെ ഗവർണർ എടുത്തതോടെയാണ് കൃഷി വകുപ്പ് ഈ പരിപാടിയിൽ നിന്ന് പിന്മാറിയത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. ഭാരത് മാതാ സങ്കല്പം പുതിയ കണ്ടുപിടുത്തമല്ലെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ദേശാഭിമാനവും ദേശഭക്തിയും ജ്വലിപ്പിക്കുന്നതാണ് ഭാരത് മാതാ സങ്കല്പം. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിന് മന്ത്രി പി പ്രസാദ് എന്തിനെ എതിർത്തുവെന്ന് മനസ്സിലാകുന്നില്ല. നാടിനെ അമ്മയായി കാണുന്ന സങ്കല്പമാണ് ഭാരതത്തിൻ്റേത്. ഇതിനെ നിന്ദിക്കുകയാണ് സർക്കാരും മന്ത്രി പ്രസാദും ചെയ്തതെന്ന് കുമ്മനം തൃശൂരിൽ പറഞ്ഞു. ഭാരതാംബയുടെ ചിത്രം വച്ചായിരുന്നു വാർത്താ സമ്മേളനം. ഭാരത് മാതാ സങ്കല്പം അതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. വർഷക്കാലമായി ഈ ഭാരതത്തിലെ ജനങ്ങൾ സ്വന്തം നാടിനെ അമ്മയായി കരുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകാലത്ത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളിൽ ദേശാഭിമാനവും രാജ്യസ്നേഹവും ജ്വലിപ്പിച്ചത്. അവരുടെ ഹൃദയങ്ങളിൽ നാടിനെ സ്നേഹിക്കുന്ന ഒരവബോധമുണ്ടാക്കാൻ പ്രേരണ ചെലുത്തുന്ന ഒരു പ്രചോദന സ്രോതസ്സായി എന്നുമെന്നും ഭാരത് മാതാ സങ്കല്പം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മന്ത്രി പ്രസാദ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കമ്മ്യൂണിസ്റ്റുകാർ പോലും ഒരു കാലത്ത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ കടലമ്മ എന്നാണ് വിളിക്കാറ്. കടലിനെ കടലമ്മയായി തന്നെ കാണാറുണ്ട്. അങ്ങനെ ഭാരതത്തിൽ അമ്മ എന്ന സങ്കല്പം വളരെ ദീർഘനാളുകളോളമായിട്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഭാരതാംബയുടെ ചിത്രമുണ്ടാകുന്നത് ഒരിക്കലും ഒരു മതചിഹ്നമായി കണ്ട് അത് ബഹിഷ്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. രാഹുലിന്റെ വിവാദ പരാമർശത്തിന് മറുപടിയുമായി ശശി തരൂർ MP. ഭാരതവും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിൽ ഇടനിലക്കാരില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു ഘട്ടത്തിലും മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ ഭീകരതയുടെ ഭാഷ തുടരുന്ന കാലത്തോളം അതേ നാണയത്തിൽ തിരിച്ചടിക്കും. ഭീകരതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ രാജ്യം ഇനിയും സജ്ജമാണെന്നും തരൂർ പറഞ്ഞു. രാഹുലിന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് തരൂരിന്റെ മറുപടി. Sorry, what was the last one there? That Modi surrendered to President Trump. Look, all I can say is that we have enormous respect for the American presidency and the American president. All
we can say for ourselves is that we have never particularly wanted to ask anyone to mediate. As I said, we have no real difficulty in speaking the same language as the Pakistanis. As long as they use the language of terrorism, we will use the language of force, and that doesn't require a third party. രാജ്യവിരുദ്ധതയുമായി ജമാഅത്തെ ഇസ്ലാമി. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കാൻ സംഘടനയുടെ ആഹ്വാനം. ജമാഅത്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയായ കോഴിക്കോടുള്ള സ്റ്റുഡിയോയിലേക്ക് മാർച്ച് നടത്തി. പെരുന്നാളിന് വസ്ത്രമെടുക്കരുത് എന്നാണ് നിർദ്ദേശം. പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്കെതിരെ SIOയോ ജമാഅത്തെ ഇസ്ലാമിയോ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ കൂടുതൽ വിവരങ്ങൾ. രോഹിണി, അതായത് കൃത്യമായി തന്നെ മതവർഗീയ വർഗീയ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി അവരുടെ പുതിയ അജണ്ട അത് സമൂഹത്തിലേക്ക് ഇറക്കുകയാണ്. അത് പ്രധാനമായും പറയുന്നത് ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക എന്നാണ് അവരുടെ ആഹ്വാനം. അതിനവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SIOയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ SIO ഈ കോഴിക്കോട് ഉള്ള ഈ ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയായിട്ടുള്ള സ്റ്റുഡിയോയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ക്ഷമിക്കണം, ആ മാർച്ചിൽ അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതായത് പെരുന്നാളിന് ഈ സ്റ്റുഡിയോയിൽ നിന്ന് ആരും വസ്ത്രം എടുക്കരുത്, മാത്രമല്ല ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക. ഇതിനവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് പാലസ്തീനെ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട്, അതായത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക എന്നൊരു മറയാണ് അവർ ഇതിന് ഉപയോഗിക്കുന്നത് എന്നതാണ് വാസ്തവം. അതായത് കൃത്യമായി തന്നെ ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക, അതായത് വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങി ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കുക, അതിനുശേഷം മറ്റ് അതിലൂടെ ഒരു ആധിപത്യം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ, അതായത് കൃത്യമായി തന്നെ അവരുടെ അജണ്ട വ്യക്തമാണ്. അതായത് ഇത്രയും കാലം അവരെന്താണോ ഒളിച്ചു കടത്താൻ ശ്രമിച്ചിരിക്കുന്നത് അത് പതിയെ മറ നീക്കി പുറത്തേക്ക്, അത് പൊതുമധ്യത്തിൽ ഒരു മടിയുമില്ലാതെ പ്രത്യക്ഷമായി തന്നെ പ്രകടിപ്പിക്കാൻ അവർ തുനിയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ പ്രതിഷേധ പ്രകടനം. മാത്രമല്ല പെരുന്നാളിന് വസ്ത്രം സ്റ്റുഡിയോയിൽ നിന്നടക്കം എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തിയത്. മാത്രമല്ല ഇത് ടാറ്റയുടെ ആ കമ്പനിയോട് മാത്രമല്ല, മറ്റ് 100ഓളം കമ്പനികൾ, ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കാൻ കൂടി ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൽ എടുത്തു പറയേണ്ടത് ഈ ടാറ്റയുടെ കമ്പനിയോട് ഒരു പ്രത്യേക വിരോധം ഈ ജമാഅത്തെ ഇസ്ലാമി കാണിക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ പാലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ അല്ലെങ്കിൽ അവർ ഈ നിലപാട് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ കൃത്യമായി അവർ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. 1902 ഈ ബ്രിട്ടീഷുകാർ, അതായത് ബ്രിട്ടീഷ് കമ്പനി, ആ കമ്പനിക്ക് മുന്നിൽ അതായത് ഇന്ത്യൻ പൗരനെയും അതുപോലെ തന്നെ നായയെയും കയറ്റില്ല എന്നൊരു ബോർഡ് വെച്ചിരുന്നു. ആ സമയത്ത് താജ് ഹോട്ടലിന് മുന്നിൽ ബ്രിട്ടീഷുകാരെയും നായയെയും കയറ്റില്ല എന്ന കൃത്യവും ശക്തവുമായ നിലപാടെടുത്ത കമ്പനിയാണ് ടാറ്റ. ആ കമ്പനിക്ക് മുന്നിലാണ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടന പാലസ്തീൻ ഐക്യദാർഢ്യവുമായി വരുന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന്, ഈ പാലസ്തീൻ ഐക്യദാർഢ്യത്തിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത് കൃത്യമായി കടുത്ത ജൂതവിരോധമാണ്. മാത്രമല്ല ഇവർ ഈ ജൂതവിരോധമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആദ്യം ഇവർ മാറ്റി നിർത്തേണ്ടത്, ഒഴിവാക്കേണ്ടത് ഈ ജൂതൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തന്നെയാണ്. എന്നാൽ അതുപയോഗിച്ച് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് നടത്തുന്നത്. ഇതൊക്കെ ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന മതവർഗീയ സംഘടന തയ്യാറാകുമോ എന്നൊരു ചോദ്യമാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിലെ പ്രതി ഷാറൂഖ് സൈഫി മതഭീകരവാദിയെന്ന NIA. കാഫിറുകളെ കൊന്നൊടുക്കുകയായിരുന്നു ലക്ഷ്യം. രക്തരൂക്ഷിത ജിഹാദിന് ഷാറൂഖ് ശ്രമിച്ചെന്നും NIA കോടതിയിൽ. തീവ്ര ഇസ്ലാം മതപ്രചാരകരെ ഷാറൂഖ് സൈഫി പിന്തുടർന്നു. ഷാറൂഖിന്റെ ജാമ്യാപേക്ഷ എതിർത്ത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ. ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി തള്ളി. തീവ്ര മതചിന്താധികാരനായിരുന്ന ഷാരൂഖ് സൈഫി അവിശ്വാസികളെ കൊന്നത് പാപമോചനത്തിനായാണ്. മതവിദ്വേഷ പ്രസംഗകൻ സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങൾ ഷാരൂഖ് നിരന്തരം പിന്തുടർന്നിരുന്നു. പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഡീറ്റെയിൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലത്തിലായിരുന്നു ഭീകരാശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നു എന്ന് വ്യക്തമായിരുന്നത്. കടുത്ത മതഭീകരവാദിയായ ഷാരൂഖ് തന്റെ വിശ്വാസങ്ങൾ പിന്തുടരാത്തവരെയെല്ലാം കാഫിറുകളായാണ് കണ്ടത്. കാഫിറുകളെ കൊന്നൊടുക്കുകയും രക്തരൂക്ഷിത ജിഹാദുമാണ് ഷാരൂഖ് സൈഫി പദ്ധതിയിട്ടത്. കാഫിറുകളുടെ ഉന്മൂലനവും രക്തരൂക്ഷിത കലാപവും എല്ലാം ആലോചിച്ചിരുന്ന പ്രതി സത്യവിശ്വാസിയായാണ് സ്വയം കരുതിയത്. ഡൽഹി ഷഹീൻബാഗ് സ്വദേശി ഷാരൂഖ് സൈഫി മാത്രമാണ് കേസിലെ പ്രതി.
NIA കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ നടപടികൾ നീളുകയാണെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിയുടെ ഹർജിയെ എതിർത്ത് കലൂർ NIA കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങളുള്ളത്. 2023 സെപ്റ്റംബറിലായിരുന്നു NIA കുറ്റപത്രം സമർപ്പിച്ചത്. 2023 ഏപ്രിൽ 2-നാണ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് കമ്പാർട്ട്മെന്റിൽ കടന്നുകയറി ഷാരൂഖ് സൈഫി യാത്രക്കാരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീവച്ചത്. ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 3 പേരെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഷാരൂഖ് സൈഫിയെ പോലുള്ള ഭീകരവാദികൾ കേരളത്തെ കൃത്യമായി ലക്ഷ്യം വെക്കുമ്പോൾ ഇവർക്ക് പിന്നിലുള്ള കേന്ദ്രങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. IPL കന്നി കിരീട നേട്ടം ആഘോഷിക്കുന്നതിനിടെ ഉണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നുവെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മജിസ്ട്രേറ്റിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മജിസ്ട്രേറ്റ് തല അന്വേഷണം 15 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പേരുടെ മരണത്തിനിടയാക്കിയ ബംഗളൂരു ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. ഇന്ന് തന്നെ ഔദ്യോഗിക പ്രതികരണം അറിയിക്കണം എന്നാണ് അഡ്വക്കേറ്റ് ജനറലിന് നൽകിയ നിർദ്ദേശം. ഇന്നലെ നടന്ന വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചിരുന്നു. ഉച്ചയ്ക്ക് 2:30 കേസ് കോടതി പരിഗണിക്കും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിൽ കർണാടക സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പോലീസിനെ അഭിനന്ദിക്കുകയാണ് DK ശിവകുമാർ ചെയ്തത്. 11 സാധാരണക്കാരുടെ ജീവനാണ് നഷ്ടമായത്. ഏറ്റവും അഴിമതി നിറഞ്ഞ കോൺഗ്രസ് സർക്കാരാണ് കർണാടകയിലേത്. കാശുണ്ടാക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ബാംഗ്ലൂർ കോൺഗ്രസും കർണാടക കോൺഗ്രസിനെ കുറച്ച് അറിയുന്ന ആളാണ്. ഏറ്റവും ഇൻകോമ്പറ്റൻറ്റും ഏറ്റവും അഴിമതി ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സ്റ്റേറ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് കർണാടക കോൺഗ്രസ്. അവിടെ ജനങ്ങളുടെ ജീവിതമോ ജനങ്ങൾ മരിക്കുന്നോ അതിനെക്കുറിച്ച് അവർക്ക് ഒരു ഫീലിങ്ങോ ഒരു കെയറിങ് ഇല്ല. അവർക്ക് അവിടെ കാശുണ്ടാക്കുക. DK ശിവകുമാർ, സിദ്ധരാമയ്യ, KJ ജോർജ് പറഞ്ഞ ഓരോരോ കോൺഗ്രസ് സ്റ്റോൾവേർഡ്സ് ഉണ്ട് അവിടെ. അവർക്ക് ഒരു ഒബ്ജക്റ്റീവും ഇല്ല, ഒരു ലക്ഷ്യവും. ജനങ്ങൾ മരിച്ചു. അപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറഞ്ഞു എല്ലാം ഞങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യുന്നു പോലീസിന്റെ കോംപ്ലിമെന്റ് അജണ്ട. 11 നിരപരാധിയായ സാധാരണക്കാർ മരിക്കുമ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയം. കർണാടക ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ BJP. BCCI പ്രസിഡന്റും IPL ചെയർമാനും അറിയാതെയാണ് ആഘോഷം സംഘടിപ്പിച്ചത്. വിജയാഘോഷത്തിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തിരക്ക് കൂട്ടി. ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനായില്ല. പുഷ്പ സിനിമ റിലീസിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതുപോലെ DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയെയും അറസ്റ്റ് ചെയ്യുമോ എന്നും BJP MP സംപ്രീത് പത്ര ചോദിച്ചു. BCCI और IPL के चेयरमैन धूमल साहब ने, मैंने इंटरव्यू में देखा टीवी, उन्होंने कहा हमें इस इवेंट के बारे में कुछ पता नहीं. ऐसा नहीं है कि इससे पहले विक्ट्री मार्चेस नहीं हुई. हमने मुंबई में भी क्रिकेट जीतने पर विक्ट्री मार्च देखा. क्या अल्लू अर्जुन की गिरफ्तारी जिस कर्नाटक सरकार ने कराया था उसी आधार पर, on the same principle as to why Allu Arjun was arrested, on the same principle will Mr. DK Shivkumar and Mr. Siddaramaiah be arrested? और हाथी के दांत दिखाने के कुछ और खाने के कुछ और होंगे. കോവിഡ് മൂലം മുടങ്ങിയ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ആദ്യം നടത്തുമെന്ന് കേന്ദ്രം. മാർച്ച് 1 സെൻസസ് ആരംഭിക്കും. ശൈത്യകാലം രൂക്ഷമാകുന്ന പ്രദേശങ്ങളിൽ മാത്രം സെൻസസ് നടപടികൾ അടുത്ത വർഷം ഒക്ടോബറിൽ തുടങ്ങും. ഇന്ന് ഗുരുജി സ്മൃതി ദിനം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 2ാമത്തെ സർസംഘചാലകായിരുന്ന മാധവറാവു സദാശിവറാവു ഗോൾവൾക്കർ എന്ന ഗുരുജി ദേശഭക്തിയുടെ അമൃതവാണി മുഴക്കി ജനതയെ ജനാർദ്ദന ഭാവത്തിൽ കണ്ട് രാഷ്ട്രസേവനം നടത്താൻ ജനലക്ഷങ്ങൾക്ക് പ്രചോദനമേകിയ കർമ്മയോഗിയായിരുന്നു അദ്ദേഹം. മാധവാ നിൻ ചരണയുഗളം മാർഗദർശകമായി വരേണം. മാതൃപൂജയിലുട
ഡോക്ടർ ജി പാകിയ സുദൃഢമായ അടിത്തറയിൽ അതിവിശാലമായ സംഘടനാ മന്ദിരം പടുത്തുയർത്തിയ ഗുരുജി 1906 ഫെബ്രുവരി 19 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്തുള്ള രാംടേക്കിലാണ് ജനനം. സദാശിവ ഗോൾവൽക്കറിന്റെ 9 മക്കളിൽ 4-മനായിരുന്നു അദ്ദേഹം. 1924 ഇന്റർമീഡിയറ്റ് പരീക്ഷ വിജയിച്ചു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന സമയം മുതൽ തന്നെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയെപ്പോലെയുള്ള നേതാക്കളുടെ ആശയങ്ങൾ ഗോൾവൽക്കറെ സ്വാധീനിച്ചിരുന്നു. പഠനത്തിനു ശേഷം ചെറിയ കാലയളവിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ഗുരുജി എന്ന് വിളിച്ചു. ഡോക്ടർ ഹെഡ്ഗേവാറിനെ പരിചയപ്പെടുന്നതും അക്കാലത്താണ്. ഇതോടെ സംഘത്തിന്റെ ആശയങ്ങളിലേക്ക് അദ്ദേഹം ആകർഷനായി. സന്യാസദീക്ഷ സ്വീകരിച്ചെങ്കിലും തന്റെ കർമ്മമണ്ഡലം രാഷ്ട്രസേവനമാണെന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങിയെത്തി. 1940 രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 2ാമത്തെ സർസംഘചാലകായി. പിന്നീട് ഭാരതത്തെ അറിഞ്ഞും അറിയിച്ചും നീണ്ട 33 വർഷത്തെ കഠിന തപസ്. BJPയുടെ പൂർവ്വരൂപമായിരുന്ന ജനസംഘം, വിദ്യാർത്ഥി സംഘടനയായ ABVP, ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൊന്നായ BMS, വിശ്വ ഹിന്ദു പരിഷത്ത്, വനവാസികൾക്ക് വേണ്ടി വനവാസി കല്യാണാശ്രമം എന്നിവയെല്ലാം രൂപമെടുത്തത് ഗുരുജിയുടെ ആശീർവാദത്തോടെയാണ്. 3.5 പതിറ്റാണ്ടോളം നീണ്ട സാധന കൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ഭാരതത്തിനകത്തും പുറത്തുമെത്തിക്കാൻ ഗുരുജിക്ക് കഴിഞ്ഞു. രാഷ്ട്രം പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം അദ്ദേഹം മാർഗദർശകനായി. വിഭജനകാലത്ത് ലുധിയാനയിലും അമൃത്സറിലും ജലന്ധറിലും എത്തി ദുരിതം അനുഭവിക്കുന്നവർക്ക് ആത്മവിശ്വാസം നൽകി. സ്വാതന്ത്ര്യത്തിന് ശേഷം കശ്മീരിനെയും ഹൈദരാബാദിനെയും ഭാരതത്തിനൊപ്പം ലയിപ്പിക്കുന്നതിലും അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു. 1973 ജൂൺ 5 ഗുരുജി ലോകത്തോട് വിട പറഞ്ഞു. സമാനതകളില്ലാത്ത ബൗദ്ധിക വ്യക്തിത്വത്തിലൂടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ അടിയുറച്ചു നിന്നുള്ള നിസ്വാർത്ഥ രാഷ്ട്രീയ സേവനത്തിൻ്റെ പാത പിൻതലമുറയ്ക്ക് തെളിയിച്ചു കൊടുത്ത കർമ്മയോഗിയായിരുന്നു ഗുരുജി. ആ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ പ്രണാമങ്ങളോടെ. ന്യൂസ് ഡെസ്ക് ജനം. എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗത്തിനിടെ പ്രതിഷേധം. യോഗത്തിനെത്തിയ വൈദികരെ സിനഡ് അനുകൂലികൾ തടയാൻ ശ്രമിച്ചു. അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ തടഞ്ഞു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് പോലീസ് നോട്ടീസ്. 14 ദിവസത്തിനകം ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് മരട് പോലീസ് നോട്ടീസ് അയച്ചത്. നിർമ്മാതാക്കളായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്കും നോട്ടീസുണ്ട്. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമാ നിർമ്മാണത്തിന് പണം മുടക്കിയ അരൂർ സ്വദേശി സിറാജ് വലിയത്തറ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ പരാതിയുടെ തുടർച്ചയായിട്ടായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2022 നവംബറിലുണ്ടാക്കിയ കരാർ അനുസരിച്ച് ലാഭവിഹിതം നൽകാമെന്ന വാഗ്ദാനത്തിൽ 7 കോടി നൽകിയെന്നും സിനിമ വൻ സാമ്പത്തിക ലാഭം നേടിയിട്ടും ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചെന്നുമായിരുന്നു പരാതി. ലാഭത്തിന്റെ 40% വിഹിതമാണ് നൽകാമെന്ന് പറഞ്ഞത്. നിർമ്മാതാക്കളായ പറവ ഫിലിംസ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാണത്തിന് പണമൊന്നും മുടക്കിയിരുന്നില്ലെന്നും പരാതിയിലുണ്ടായിരുന്നു. സിനിമയ്ക്കായി നൽകേണ്ട പണം സിറാജ് കൃത്യമായി നൽകിയിരുന്നില്ലെന്നും ഷൂട്ടിംഗ് ഷെഡ്യൂൾ മുടങ്ങി നഷ്ടമുണ്ടായെന്നുമായിരുന്നു നിർമ്മാതാക്കളുടെ വാദം. കേസിൽ സൗബിനടക്കമുള്ളവർ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തിരുന്നു. എന്നാൽ അന്വേഷണം തുടരാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ജനം, കൊച്ചി. വാഴക്കുളം പാരിയത്തുകാവ് സെറ്റിൽമെന്റ് കോളനി ഒഴിപ്പിക്കലിൽ പോലീസിനും റവന്യൂ വകുപ്പിനും കോടതിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടേതാണ് നടപടി. അഭിഭാഷക കമ്മീഷൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാത്തതിലാണ് നോട്ടീസ്. KCBയും ജല അതോറിറ്റിയും റിപ്പോർട്ട് നൽകണം. പ്രതിഭ MLAയുടെ മകനെ അടക്കം 7 പ്രതികളെ ഒഴിവാക്കി. കഞ്ചാവ് കേസിൽ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ ഒഴിവാക്കിയെന്നാണ് എക്സൈസിന്റെ വിശദീകരണം. കനിവിനെ ന്യായീകരിച്ച് പ്രതിഭ MLAയും മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തിയിരുന്നു. ആന ഇടഞ്ഞുണ്ടാകുന്ന അപകടങ്ങളുടെ ഉത്തരവാദിത്വം ഉടമയ്ക്കും പാപ്പാനുമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം നൽകാനും ബാധ്യതയെന്ന് സിംഗിൾ ബെഞ്ച്. ആന ചവിട്ടിക്കൊന്ന കോട്ടയം സ്വദേശിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ടാണ് ഹൈക്കോടതി നിരീക്ഷണം. ക്ഷേത്രോത്സവത്തിനിടെ ആന ചവിട്ടി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച കോട്ടയം സ്വദേശിയുടെ കുടുംബത്തിന് 9 ലക്ഷത്തോളം രൂപ ആന ഉടമയും പാപ്പാന്മാരും നൽകണമെന്ന ഉത്തരവിലാണ് നേരത്തെ ഡിവിഷൻ ബെഞ്ച് ഇറക്കിയ ഉത്തരവ് കൂടി ബാധകമാക്കിയുള്ള സിംഗിൾ ബെഞ്ചിന്റെ വിധി.
2008 കോട്ടയത്തെ കുറ്റിക്കാട്ട് ഭഗവതി ക്ഷേത്ര ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. ആന ചവിട്ടിയതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റയാൾ 1 വർഷത്തോളം ചികിത്സയിൽ കഴിഞ്ഞതിനു ശേഷമാണ് മരണമടഞ്ഞത്. ആനയുടെ ചവിട്ടേറ്റതിനെ തുടർന്നുണ്ടായ ഗുരുതരമായ പരിക്കാണ് മരണകാരണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കീഴ്ക്കോടതി 10 ലക്ഷത്തോളം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം വിധിച്ചു. എന്നാൽ മദ്യപിച്ച ഒരാൾ പ്രകോപനമുണ്ടാക്കിയതാണ് ആന ഇടയാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ഉടമ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. അപ്പീൽ തള്ളിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആനയിടഞ്ഞുണ്ടാകുന്ന അപകടങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഉടമയ്ക്കും ആനയെ കൈകാര്യം ചെയ്യുന്ന പാപ്പാൻ ഉൾപ്പെടെയുള്ളവർക്കുമാണെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ മുൻ ഉത്തരവ് ബാധകമാണെന്ന് വിധിച്ചിരിക്കുകയാണ്. ആന ഉടമയ്ക്കും പാപ്പാനും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞു. 1 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനിയും ബാക്കി തുക ആന ഉടമയും പാപ്പാന്മാരുമാണ് നൽകേണ്ടത്. കീഴ്ക്കോടതി ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തുകയിൽ മാറ്റം വരുത്താനാകില്ലെന്നും നിലപാടെടുത്തു. ജനം, കൊച്ചി. കണ്ണൂർ ആറളത്ത് വീണ്ടും കാട്ടാന ഭീതി. ആനയെ കണ്ട് ഭയന്നോടുന്നതിനിടെ ഗർഭിണി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വയനാട് ചൂരൽമല ദുരന്തം പ്രമേയമാക്കി കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു സംവിധാനവും രചനയും നിർവഹിച്ച നിഴൽ മരങ്ങൾ എന്ന ഹ്രസ്വചിത്രം പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി റിലീസ് ചെയ്തു. പേരുപോലെ തന്നെ വ്യത്യസ്തത നിറഞ്ഞതാണ് ചിത്രത്തിന്റെ പ്രമേയവും. 2 കുട്ടികൾ മരം നടാൻ നടത്തുന്ന അതിജീവനത്തിന്റെ കഥയാണ് സിനിമയുടെ ഇതിവൃത്തം. ചുറ്റി വരുന്ന കാറ്റൊരു പാട്ടുമൂളുന്നേ, പാട്ടിലെങ്ങും തേൻ തുളുമ്പിയ മധുരമൊഴുകുന്നേ, കാട്ടുതേനട ചൂടി നിൽക്കും മലകൾ കണ്ടെന്നോ, മല ചുരത്തിയ വഴിയിലൂടൊരു പുഴ ചിരിച്ചെന്നോ. ചൂരൽമല ദുരന്തത്തിന്റെ തീവ്രതയും അതിന്റെ ആഴവും അതേപടി വരച്ചുകാട്ടുകയാണ് നിഴൽമരങ്ങൾ എന്ന ഹ്രസ്വചിത്രം. ദുരന്തത്തിൽ സർവവും നഷ്ടമായവരുടെ ശിഷ്ടകാല ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയാണ് നിഴൽമരങ്ങൾ. 2 കുട്ടികൾ മരം നടാൻ നടത്തുന്ന പോരാട്ടവും അതിനവർക്ക് വഴികാട്ടിയാവുന്ന അധ്യാപകനിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. എന്താ രാവിലെ പരിപാടി? ഞങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടിയ മരം നടുക. മരമൊക്കെ വീട്ടുമുറ്റത്ത് നട്ടാ പോരെ? ഞങ്ങൾ ഇവിടെ വാടകയ്ക്കാ താമസിക്കുന്നത്. ഞങ്ങളുടെ വീടും സ്ഥലവും ഉരുളുപൊട്ടി ഒഴുകിപ്പോയതാ. മരം ഇവിടെ നടാൻ പറ്റില്ല. ഇത് വളർന്നാൽ എന്റെ പറമ്പിലേക്ക് ചായും. പോരാത്തതിന് ഇലക്ട്രിക് ലൈനും. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ആ മരം അമ്പലപ്പറമ്പിലോ പുഴവക്കിലോ കൊണ്ടുപോയി നടാ. ദുരന്തത്തിൽ അതിജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം വീട് നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ പലരും വാടക വീടുകളിലാണ് കഴിയുന്നത്. വാടക വീടിൽ നിന്നും ഒരു കുടിയിറക്ക് ഭീഷണിയൊക്കെ നേരിടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അതിലെ കുട്ടികൾ അവരനുഭവിക്കുന്ന മാനസിക വ്യഥ, അവരുടെ ജീവനായിരുന്ന സ്കൂളിൽ നിന്ന് അവർ മറ്റൊരു സ്കൂളിലേക്ക് പറിച്ച് നടപ്പെടുകയാണ്. അപ്പോൾ അവരെ തേടിയെത്തുന്ന പഴയ സ്കൂളിലെ മാഷ്, അതിലൂടെയൊക്കെയാണ് കഥ പോകുന്നത്. നമുക്കറിയാം, വയനാട് ഈ ദുരന്തം നടന്ന ചൂരൽമലയിലെ സ്കൂളിലെ ഒരു അധ്യാപകൻ അതിൽ പൊട്ടിക്കരയുന്ന ഒരു ദൃശ്യമുണ്ട്. അത് സത്യത്തിൽ അതാണ് എൻ്റെ മനസ്സിൽ ഈ അധ്യാപകനെ രൂപം കൊടുക്കാനുള്ള ഒരു കാരണം. പക്ഷേ ഈ സിനിമയിൽ ആ അധ്യാപകന് നേരിടുന്ന പരിസ്ഥിതി പ്രവർത്തനത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ മണ്ണ് മാഫിയ ലോബി ഈ അധ്യാപകനെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന ഒരു ഇതിവൃത്തമാണ് ഈ സിനിമ. ഹ്രസ്വചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. പരാജയപ്പെടുന്ന പോരാളികളുടെ യുദ്ധമാണ് പരിസ്ഥിതി പ്രവർത്തനം. എന്നാലും നാം പോരാടിക്കൊണ്ടിരിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഹ്രസ്വചിത്രം. കണ്ണു നനയിക്കുന്ന, ഏറെ ചിന്തിപ്പിക്കുന്ന, ശക്തമായ രാഷ്ട്രീയം പറയുന്ന ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജനം, കോഴിക്കോട്. അംഗം മുറുകുന്നു. നിലമ്പൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശത്തിലാകുമെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. ഓരോ വീടുകളും കയറി ഇറങ്ങി പരമാവധി വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി. എടക്കര പഞ്ചായത്തിലാണ് ഇന്ന് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം പുരോഗമിക്കുന്നത്. വൈകിട്ടാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. നിലമ്പൂരിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ
എടക്കര ഭാഗത്താണ് പ്രചരണം പുരോഗമിക്കുന്നത്. ഓരോ വീടുകൾ കയറിയിറങ്ങിയൊക്കെയുള്ള പ്രചരണമാണ് തോന്നുന്നില്ലേ? അതെ, നമ്മൾ പ്രധാനപ്പെട്ട വോട്ടർമാരെ കാണുകയാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ കഴിഞ്ഞ രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇന്നലെ മൂത്താടത്തായിരുന്നു, ഇന്ന് എടക്കര പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. വളരെ നല്ല പ്രതികരണമാണ്, പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്. എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ഒരു വികസിത നിലമ്പൂർ എന്നാണ് എല്ലാവരുടെയും ലക്ഷ്യം. ആ രീതിയിൽ എല്ലാവരും വോട്ട് ചെയ്യും, പ്രതികരിക്കും. പിന്നെ നരേന്ദ്രമോദിജിയുടെ ഭാരത വികസനം, രാജീവ് ചന്ദ്രശേഖരയുടെ കേരള വികസനം, നമ്മുടെ നിലമ്പൂർ വികസനം, നമ്മൾ വികസനത്തിലൂന്നിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. പ്രധാനമായിട്ട് എന്തൊക്കെയാണ് മണ്ഡലത്തിലെ ചർച്ചാ വിഷയങ്ങൾ? പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് വികസനമാണ്. നിലമ്പൂരിൻ്റെ വന്യജീവി പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുടിയേറ്റക്കാരുടെയും ആദിവാസികളുടെയും പ്രശ്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ്. നമ്മൾ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. അവർ ജനശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി വികസനത്തെ പറ്റി അവർ പറയുന്നതേ ഇല്ലല്ലോ. നമ്മൾ അജണ്ട വികസനമാണ്, വികസിത നിലമ്പൂരാണ് നമ്മുടെ ലക്ഷ്യം. ഈ മറ്റ് കക്ഷികൾ വിവാദങ്ങളിലേക്കാണ് തോന്നുന്നില്ല കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെ, അവർ വിവാദങ്ങളാണ്. അവർക്ക് വികസനമൊന്നും പ്രശ്നമല്ല. കാരണം ഇടത് മുന്നണിയുടെയും വലത് മുന്നണിയുടെയും MLA-മാരോട് ഉണ്ടായിരുന്നു. അവർ ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതുവരെയുള്ള പ്രശ്നമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പല മേഖലകളിലും ചെന്നപ്പം അവികസിതമായ മേഖലയിൽ ചെല്ലുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ തിരിഞ്ഞു നോക്കുന്നേയില്ല. ഏറ്റവും പുതുതായിട്ട് ഈ മലപ്പുറം എന്ന പേര് ചൊല്ലിയിട്ടാണ് വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിവാദം ഞാനും കേട്ടു. പക്ഷേ അതിലൊന്നും കാര്യമില്ല, കഴമ്പില്ല. നിലമ്പൂരുകാർക്ക് അതിനൊന്നും വിഷയമില്ല. ഇവിടെ നമ്മുടെ അജണ്ട വികസിതമാണ്. ഇത് വോട്ട് കിട്ടാൻ വേണ്ടി പല രീതിയിലാണ്. പിന്നെ നമ്മളുടെ ഒരു മുന്നേറ്റവും നമ്മുടെ ഒരു പ്രവർത്തനവും അവർക്ക് ഭീഷണിയായിട്ടുണ്ട്. അവർ ആ രീതിയിൽ നമ്മളെയും കൂടെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതൊന്നും പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസിത നിലമ്പൂർ എന്നാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരു വലിയ ഒരു ജനസാഗരമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നാളെ മുതൽ അതിന്റെ പ്രതിഫലനം നിലമ്പൂരിലെ പ്രവർത്തനങ്ങൾ കാണും, വോട്ടർമാരുടെ ഇടയിലെ ചിന്തകൾ കാണും. കേന്ദ്രമന്ത്രി ഉൾപ്പെടെ എത്തുന്നത് വലിയ ഒരു ഊർജ്ജം പകരുന്നുള്ളത്. തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഊർജ്ജം പകരും. പിന്നെ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഈ മേഖലയിലുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ആത്മാർത്ഥമായിട്ടാണ് BJP പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇതൊരു വാശിയോടുള്ള പ്രവർത്തനമാണ്, ഒരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയോടുള്ള പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുതന്നെയാണ് ഏതായാലും സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ വാക്കുകളാണ് കേട്ടത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വൈകിട്ടോടുകൂടെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂടെ കഴിയുന്നതോടുകൂടെ കൂടുതൽ ഊർജ്ജവും ആവേശവും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കൈവരിക്കാൻ NDAക്ക് കഴിയും എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ. വിഭാഗീയത ശക്തമായത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന ആശങ്ക മറികടക്കാൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ന്യൂനപക്ഷ പ്രീണനം ആയുധമാക്കി കോൺഗ്രസ്. നിലമ്പൂരിലെ ഭൂരിപക്ഷ സമുദായമായ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനവുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നത്. പ്രധാന നേതാക്കളടക്കം മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നീക്കവും തുടങ്ങി. കടുത്ത വിഭാഗീയതയ്ക്കിടെയാണ് കോൺഗ്രസ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നേതൃത്വം. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ DCC അധ്യക്ഷൻ VS ജോയ്സ് പക്ഷം കാലുവാരുമെന്ന നല്ല ഭയമുണ്ട് കോൺഗ്രസിന്. ആര്യാടൻ മുഹമ്മദും അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ ആര്യാടൻ ഷൗക്കത്തും മുസ്ലിം ലീഗ് വിമർശകർ കൂടി ആയതിനാൽ ലീഗിൻ്റെ കാര്യമായ പിന്തുണ ഇല്ലാത്തതും നേതൃത്വത്തെ പേടിപ്പെടുത്തുന്നു. ഇത് മറികടക്കാൻ ന്യൂനപക്ഷ പ്രീണന തന്ത്രവുമായാണ് ഇപ്പോൾ നേതാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇടതുപക്ഷത്തേക്കാൾ ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് തങ്ങളാണെന്ന് മത്സരിക്കുകയാണ് കോൺഗ്രസ്. താഴെത്തട്ടിലുള്ള പ്രചാരണത്തിലടക്കം കോൺഗ്രസിന്റെ പ്രധാന പ്രചരണ ആയുധമായി മാറുകയാണ് മലപ്പുറം സ്നേഹം. കോൺഗ്രസിന്റെ നേതൃയോഗത്തിലും ന്യൂനപക്ഷ പ്രീണനം പ്രധാന പ്രചരണ ആയുധമാക്കാനാണ് തീരുമാനം. ഇതുവഴി മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യവും പാർട്ടിക്കുണ്ട്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. ഇടത് വലത് മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ എന്തടിസ്ഥാന സൗകര്യമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്? നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചവർ തന്നെ വീണ്ടും മത്സരിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ രണ്ട് പാർട്ടിയും LDFും UDFും ചെയ്യുന്നത് 100% 24/7 365 ദിവസം രാഷ്ട്രീയം. അവർക്ക് വികസനമോ പുരോഗതിയോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അതിനൊരു താല്പര്യമോ ഒരു പദ്ധതിയോ ഒരു സ്കീമോ ഒരു പോളിസിയോ ഉണ്ടാക്കാൻ ഒരു ഇഷ്ടമില്ല, ഒന്നും ചെയ്തിട്ടില്ല. നിലമ്പൂർ വളരെ ഒരു വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ആദ്യം ഞാൻ പറഞ്ഞു, ഇന്നും പറയുന്നു, ഒരു അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാരണമായിട്ടാണ് PV അൻവർ അദ്ദേഹം തന്നെ മത്സരിക്കുന്നു.
അതിൽ എന്തൊരു ലോജിക്കാണത്? കൊച്ചിയിൽ കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ അധികൃതർ. ചാക്കുകെട്ടുകളിൽ നിന്ന് പൊട്ടി തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു. പ്ലാസ്റ്റിക് തരികൾ മൂലം കോവളം ബീച്ചിൽ സഞ്ചാരികൾക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. മണലിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്തിന്റെ റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിലെ കപ്പൽ ദുരന്തത്തിന് ശേഷം കണ്ടെയ്നറുകളിൽ നിന്നും പതിച്ച പ്ലാസ്റ്റിക് തരികൾ കോവളം കടൽ തീരത്ത് ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെല്ലാം വ്യാപിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബീച്ചിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും മണൽത്തരികളുടെ മുകളിലായി ഈ പ്ലാസ്റ്റിക് തരികളായി മൂടിപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. ഇതുവരെയും ഈ ദിവസം ഇത്രയും പിന്നിടുമ്പോഴും അത് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ളൊരു നടപടിക്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീരം മുഴുവനും സമാനമായ രീതിയിൽ ഈ മണൽത്തരികൾക്കൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ തരികളും ചെറിയ തരികളായിട്ടുള്ള ബോളുകളായിട്ടുള്ള പ്ലാസ്റ്റിക് തരികൾ ഇങ്ങനെ മൂടപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. തീരം മുഴുവനും അത് വ്യാപിച്ച് കിടക്കുന്ന അവസ്ഥ കൂടിയാണ്. ഇത് വലിയ തിരയടിക്കും തോറും ഇത് തീരത്തേക്ക് അടുത്തുകൊണ്ട് വരികയും ചെയ്യും. വലിയ രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകാവുന്ന ഒരു പ്ലാസ്റ്റിക് തരികളാണ് ഇവിടെ ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം കൂടിയാണ്. പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നതാണ് ഇന്നത്തെ ദിനം കൊണ്ട് തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഇത്തരത്തിൽ ഈ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് മൂടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒട്ടേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കും. കാരണം ഈ കടലിൽ വ്യാപിച്ച് കിടക്കുന്ന കടൽപ്പരപ്പിലടക്കം, കടലിൻ്റെ ഓളപ്പരപ്പിലടക്കം ഇതിന് സമാനമായ രീതിയിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോളുകൾ ഒഴുകി നടക്കുന്നൊരു കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഒട്ടേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്ന ഈ പ്ലാസ്റ്റിക് തരികളെ തീരത്ത് നിന്നും നിർമ്മാർജ്ജനം ചെയ്യുവാൻ അല്ലെങ്കിൽ തീരത്ത് നിന്നും മാറ്റുവാനുള്ള നടപടിക്രമങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല, അധികൃതരുടെ ഭാഗത്ത് ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല കണ്ടെയ്നറിൽ നിന്നും പൊട്ടി വീണ സമാനമായിട്ടുള്ള ചാക്കുകെട്ടുകൾ മറ്റൊരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എത്രയും വേഗം അധികൃതർ ഇതിന് ഒരു പരിഹാരം കാണണമെന്നൊരു ആവശ്യവും ശക്തമാവുന്നുണ്ട്. കാരണം സഞ്ചാരികൾക്കടക്കം ഈ കടലിലേക്ക് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കാരണം ഈ കോവളം പോലൊരു സ്ഥലം എന്ന് പറയുന്നത് സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ്. ഇവിടെ ഈ വന്നെത്തുന്നവർ ഈ മണൽപ്പരപ്പിൽ ഇരുന്നും വിശ്രമിച്ചിട്ടുമൊക്കെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഈ പ്ലാസ്റ്റിക് തരികൾ വന്നെത്തിയതോടുകൂടി, പ്ലാസ്റ്റിക് തരികളാൽ മൂടിയതോടുകൂടി സഞ്ചാരികൾക്കടക്കം എത്തുന്നതിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നിലവിൽ ഇവിടെ നിന്നും ലഭിക്കുന്ന ആളുകളിൽ നിന്നും ലഭിക്കുന്ന മറുപടി നമുക്ക്. അതുകൊണ്ട് തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിനൊരു വലിയ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇത് നീക്കം ചെയ്യാത്ത പക്ഷം വലിയ രീതിയിലുള്ളൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. കാരണം ഇത് പ്ലാസ്റ്റിക് വസ്തുക്കളാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബോളുകൾ തരികളാണ് ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് തരികൾ ഉടൻ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തുണ്ടാകണമെന്നൊരു ആവശ്യവും ശക്തമാകുന്നുണ്ട്. പ്ലാസ്റ്റിക് മുക്തമാക്കാം നാടിനെ. ലോക പരിസ്ഥിതി ദിനത്തിൽ ഡൽഹിയിൽ 200 ഇലക്ട്രിക് ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി സർക്കാരിന്റെ സുസ്ഥിര ഗതാഗത സംരംഭത്തിന്റെ ഭാഗമായാണ് പുതിയ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്നത്. ഏക് പേഡ് മാംഗേ നാം സംരംഭത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈയും നട്ടു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന, മുഖ്യമന്ത്രി രേഖ ഗുപ്ത, കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വീണ്ടും പ്രതിഷേധം. സ്കൂളിൽ കുട്ടികളും രക്ഷിതാക്കളുമാണ് പ്രതിഷേധിക്കുന്നത്. തങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അധ്യാപകരെ സ്കൂളിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 9C ഡിവിഷനിലെ കുട്ടികളും രക്ഷിതാക്കളുമാണ് പ്രതിഷേധിക്കുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം അവസാനിപ്പിച്ചത് വിവാദമായിരുന്നു.
ജല അതോറിറ്റിയുടെ കൈവശമുള്ള എറണാകുളം ആലുവ പൈപ്പ് ലൈൻ റോഡിൽ വ്യാപക കയ്യേറ്റമെന്ന വിവരാവകാശ രേഖ. കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടിയെടുക്കേണ്ട ജല അതോറിറ്റി വേണ്ട നടപടികൾ എടുക്കുന്നില്ലെന്നും ആരോപണം. കൊച്ചി നഗരത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പിന്റെ സംരക്ഷണത്തിൽ ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് ഈ അനാസ്ഥ. കൊച്ചി കോർപ്പറേഷന് പുറമെ 5 നഗരസഭാ പരിധിയിലും 15 പഞ്ചായത്തുകളുടെ പരിധിയിലേക്കുമുള്ള വെള്ളം ലഭ്യമാക്കുന്ന പടുകൂറ്റൻ പൈപ്പ് ലൈനുകളുടെ സംരക്ഷണത്തിനാണ് ജല അതോറിറ്റിയും ജില്ലാ ഭരണകൂടവുമടക്കം വീഴ്ച വരുത്തുന്നതായി ആരോപണം ഉയരുന്നത്. ആലുവയിലെ ജലശുദ്ധീകരണ പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിച്ച വെള്ളം തമ്മനം ബൂസ്റ്റർ പ്ലാന്റിലേക്ക് എത്തിക്കുന്ന പൈപ്പ് ലൈനുകൾക്ക് 50 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഈ പൈപ്പ് ലൈനുകൾ കടന്നുപോകുന്ന ഭൂമിയിലാണ് അനധികൃത കയ്യേറ്റമുള്ളത്. ജല അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും അതോറിറ്റിക്ക് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഭൂമി കയ്യേറി പുതിയ കച്ചവട സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഭൂമിയുടെ അടിയിൽ കൂടിയിട്ടുള്ള വാട്ടർ അതോറിറ്റി ഈ വലിയ പൈപ്പുകൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ ഈ സമീപ പ്രദേശത്തുള്ള കൊച്ചി കോർപ്പറേഷനിൽ 15 ലക്ഷത്തോളം പേർക്ക് കുടിവെള്ളം എത്തിക്കുന്നത് മുടങ്ങുക മാത്രമല്ല വ്യാപകമായ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇതില്ലാതിരിക്കണമെങ്കിൽ ഇതിന് ചുറ്റുമായി റോഡിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ കൈവേലികളെല്ലാം കൃത്യമായിട്ട് നിർമ്മിക്കുകയും കൂടി ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഈ ഭാരവാഹനങ്ങളൊക്കെ പോയും അതോടൊപ്പം റോഡിനുണ്ടാകുന്ന ക്ഷതം മൂലം ഈ പൈപ്പുകളൊക്കെ പൊട്ടുകയാണെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ഈ ആലുവ, കളമശ്ശേരി, തൃക്കാക്കര, കൊച്ചിൻ കോർപ്പറേഷനും സമീപ പഞ്ചായത്തുകളിലും ഈ പൈപ്പിന്റെ ബലക്ഷയം മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൈപ്പ് ലൈൻ റോഡിലൂടെ ഭാരവാഹനങ്ങൾ കടത്തിവിടരുതെന്നും അതിനായി ക്രോസ് ബാരിക്കേഡ് സ്ഥാപിക്കണമെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഇവ സ്ഥാപിക്കുന്നത് ആംബുലൻസിനും സ്കൂൾ ബസിനും കടന്നുപോകാൻ തടസ്സമാകുമെന്ന് പറഞ്ഞ് കളമശ്ശേരി നഗരസഭയും ഇത് എതിർത്തു. കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി വിധി നടപ്പാക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു എന്നാണ് ജല അതോറിറ്റിയുടെ ഭാഷ്യം. കഴിഞ്ഞ വർഷം മാത്രം കയ്യേറ്റക്കാരായ 88 പേർക്ക് നോട്ടീസ് നൽകിയിരുന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം തന്നെ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കയ്യേറ്റം ഒഴിപ്പിച്ച് പൈപ്പ് ലൈനുകൾക്ക് സംരക്ഷണം നൽകിയില്ലെങ്കിൽ വലിയ ദുരന്തത്തിനാണ് കൊച്ചി സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ജനം, കൊച്ചി. തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. കാറളം വെള്ളാനി സ്വദേശികളായ മണി, മകൾ രേഖ എന്നിവരെയാണ് രേഖയുടെ 2ാം ഭർത്താവ് പ്രേംകുമാർ കൊലപ്പെടുത്തിയത്. കോട്ടയം സ്വദേശിയായ ഇയാൾ 2019 ഉദയംപേരൂരിൽ ആദ്യ ഭാര്യ വിദ്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. അതീവ ക്രൂരനായ പ്രതിയെ ആദ്യ കേസിൽ ഏറെ പണിപ്പെട്ടായിരുന്നു പിടികൂടിയതെന്നും കൊലപാതകത്തിന് ശേഷം ദൃശ്യം മോഡലിലാണ് പ്രതി രക്ഷപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു. തന്റെ ഫോൺ വടക്കേ ഇന്ത്യയിലേക്ക് പോയ ട്രെയിനിൽ അയച്ച ശേഷമാണ് അന്ന് പ്രേംകുമാർ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം വന്നതിനെ തുടർന്നാണ് മരണവിവരം പുറത്തുവരുന്നത്. അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവർ വന്ന് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് അമ്മയും മകളും വീടിന്റെ ഹാളിലും സമീപത്തെ മുറിയിലുമായി മരിച്ചു കിടക്കുന്നത് കണ്ടത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിലായിരുന്നു. മണിയുടെ മകൾ രേഖയുടെ 2ാമത്തെ ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഇയാളെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി സഹോദരി വെളിപ്പെടുത്തിയിരുന്നു. കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. കുടുംബവഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തി എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴുത്ത് ഞെരിച്ചോ ശ്വാസം മുട്ടിച്ചോ കൊന്നതാകാം എന്നാണ് കരുതുന്നത്. ജനം, തൃശൂർ. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ AC-യിൽ നിന്ന് പുക. ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗത്തിൽ ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തി അപകടാവസ്ഥ ഒഴിവാക്കി. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഭാരതാംബ വിഷയത്തിൽ ജനം ടിവിയോട് പ്രതികരിക്കുന്നു. തത്സമയം മാനവും ഒരു ബഹുമാനവും മറ്റേ ആളുടെ ഒരു ബിലീഫിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കുക അതൊന്നും ചെയ്യാതെ അവരെല്ലാം ഒരു രാഷ്ട്രീയമായിട്ട് കാണുക, എല്ലാത്തിനും രാഷ്ട്രീയം കളിക്കാൻ മുമ്പോട്ട് പോവുക. അതാണ് ഇന്നത്തെ ഈ LDFന്റെ സ്ഥിതി.
9 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇന്നും പറയുന്നു തുടരും. അതാണ് ഇതൊരു ഫെയിൽഡ് ഐഡിയോളജിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഓപ്പോസിഷൻ പാർട്ടീസ്, ഈ കോൺഗ്രസ് ആണോ ലെഫ്റ്റ് ആണോ, അവർ ഇന്ത്യന് വിരുദ്ധം എതിരെ പറയും. ഇങ്ങനെ നമ്മുടെ ഒരു കൾച്ചറോ നമ്മുടെ ഒരു ബിലീഫിനെ കുറിച്ച് ഒരു ഭാരത് മാത എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ? ഒരു അഖണ്ഡ ഭാരത്, ഒരു ഇന്ത്യ, നമ്മുടെ ഭാരത് മാത, അതിനെ കുറിച്ച് ഇങ്ങനെ വിമർശിക്കുക, തർക്കിക്കുക, ഇതൊരു ലോസ്റ്റ് ലെവൽ രാഷ്ട്രീയമാണ് LDF ചെയ്യുന്നത്. ഇതിന് എന്തു ഗുണം, ആർക്ക് ഗുണം കിട്ടുന്നുണ്ടെന്ന് LDFൻ്റെ ഉള്ളിൽ എനിക്കറിയില്ല. ഇത് ചെയ്യേണ്ട, ഇത് ഒരു രാജ്ഭവൻ ഒരു നമ്മുടെ നാടിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ബോഡിയാണ്, ഓഫീസാണ്. അവിടെ പോയി ഗവർണറിനെ ബഹുമാനിക്കാനും ഗവർണറിൻ്റെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് ബഹുമാനിക്കാനാണ് എല്ലാവരുടെയും ഒരു കടമ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ കടമ. അത് ചെയ്യാണ്ട് ഇങ്ങനെ അപമാനിക്കുക ചെയ്യുക, ഇത് ഞാൻ പറഞ്ഞത്, ഇത് എൻ്റെ മനസ്സിലും ആര് ഇത് കേട്ടാലും ഇത് ശരിയല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പൂർണ്ണമായ നിലപാട് ദേശീയതയോട് മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ്. ആ ദേശീയ പ്രതീകമായ ഭാരതാംബയുടെ ആ ഒരു ചിത്രത്തിനടുത്തേക്ക് എത്തില്ല, അല്ലെങ്കിൽ അവിടെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ ദേശീയതയെ വെല്ലുവിളിക്കുന്ന തരത്തിലല്ലേ? അല്ല, ഇത് അത് മാത്രമല്ല, ഈ 2 പാർട്ടി ഉണ്ടല്ലോ, കോൺഗ്രസും LDF-ഉം, 2 പാർട്ടിയും ഒരു കോമ്പറ്റീഷൻ ഇല്ല. അവർ ഈ പ്രീണ രാഷ്ട്രീയത്തിന് വേണ്ടി അവർ വിചാരിക്കുന്നത് മുസ്ലിം വോട്ട് കിട്ടാൻ നമ്മൾ എങ്ങനെയെങ്കിലും ദേശവിരുദ്ധം അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു കൾച്ചർ വിരുദ്ധം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് മുസ്ലിം വോട്ട് കിട്ടില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഇത് തെറ്റാണ്. നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിംസും ദേശഭക്ത മുസ്ലിംസാണ്. ഇവരുടെ വിചാരം ഈ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഹിന്ദു സമുദായത്തിനെ അപമാനിച്ചാൽ നമുക്ക് മുസ്ലിം വോട്ട് കിട്ടുന്ന വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയാണോ അത് ലെഫ്റ്റ് ആണോ? കോൺഗ്രസ് പാർട്ടീൻ്റെ നേതാവ് ഡൽഹിയിൽ പറയുന്നു നരേന്ദ്രമോദിജി സറണ്ടർ. ലോകത്തിന് എല്ലാവരും പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഭീകരവാദിൻ്റെ എതിരെ ഈ ആക്ഷൻ ചെയ്ത് നല്ല ആക്ഷനാണ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ പറയുന്നു ഈ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ്റെ എതിരെയാണ്. ഇത് ഇവരുടെ പീഡന രാഷ്ട്രത്തിൻ്റെ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് അവരുടെ പീഡന രാഷ്ട്രത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഹമാസിന് മുൻകാലങ്ങളിൽ ജയ് വിളിച്ചു, ഹമാസിന്റെ നേതാക്കളുടെ ഫോട്ടോ വെച്ച് വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയ CPM നേതാക്കളാണ് ഇന്ന് ദേശീയതയ്ക്ക് മുദ്ര അല്ലെങ്കിൽ ദേശീയ മുഖമായ ഭാരതമാതാവിന്റെ ചിത്രത്തോട് ഒരു അപമതിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്ന് ഹമാസിനെ വിളിച്ചു. ഹമാസിനെതിരെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിച്ചതാണ് LDF, അത് മറക്കരുത്. പിന്നെ പഹൽഗാമിൽ മതം ചോദിച്ചു കൊന്ന പാകിസ്ഥാനി ഭീകരവാദിയെ ഞങ്ങൾ എതിർക്കുമ്പോൾ MA ബേബി ഇറങ്ങി പറയുന്നു, അവരെ ന്യായീകരിക്കാൻ അവരിറങ്ങുന്നു. അപ്പോൾ ഇവരുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, ഇവരുടെ ഒരു അവസരവാദ രാഷ്ട്രീയം ആണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഒരു സിംഗിൾ സെന്റൻസിൽ ഇത് പറയണമെങ്കിൽ ഇതൊരു അവസരവാദ രാഷ്ട്രീയമാണ്, ദേശവിരുദ്ധ രാഷ്ട്രീയമാണ്, ജനങ്ങളെ വിരുദ്ധ രാഷ്ട്രീയമാണ്. ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കി പീഡന രാഷ്ട്രീയം ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി വിഡ്ഢിയാക്കാൻ നോക്കുന്ന രാഷ്ട്രീയമാണ്. അതിൽ ഒരു സംശയവുമില്ല. എനിക്ക് അതേ പറയാനുള്ളൂ. താങ്ക് യു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനം TVയോട് പ്രതികരിക്കുകയായിരുന്നു. ഭാരതാംബ വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ കളിയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത അല്പസമയത്തിനകം. നമസ്തേ.